ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCG മെട്രിക്സ് പോലെ തന്നെയുള്ള വേറൊരു മെട്രിക്സ് ആണ് GE മെക്കിൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ BCG മെട്രിക്സിന് ഒരു ഒരു പുതിയ വേർഷൻ അല്ലെങ്കിൽ പുതിയൊരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ എന്ന് പറയാം. അതിനാണ് GE മെക്കിൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ജനറൽ ഇലക്ട്രിക് കമ്പനിയാണ്, ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവരാണിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മൾട്ടി ബിസിനസ്, ഒന്നിലധികം ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ കമ്പനി ടു ഡിസൈഡ് ഓൺ വിച്ച് ബിസിനസ്സസ് ഓർ പ്രോഡക്ട്സ് ഓഫ് ദ കമ്പനി ഷുഡ് ഇൻവെസ്റ്റ്. ഒന്നിലധികം പ്രോഡക്റ്റുകളും ബിസിനസ്സുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചോളം വളരെ ഡിഫിക്കൽട്ടാണ് അവരുടെ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എവിടെയാണ് ഏത് ബിസിനസ്സാണ് നല്ല രീതിയിൽ പോകുന്നതൊക്കെ ചിലപ്പം പെട്ടെന്നൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ചെയ്തതാണ്, മെക്കിൻസി ആൻഡ് കമ്പനി ആയിട്ട് കൺസൾട്ട് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു 9 ബോക്സ് ഫ്രെയിം വർക്ക് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു 9 കോളങ്ങളിലായിട്ട്. നമ്മൾ ലാസ്റ്റ് BCG പഠിക്കുമ്പോൾ 4 കോളത്തിലായിരുന്നു. ഇതൊരു 9 കോളമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഇവർ ഡിസൈൻ ചെയ്ത് കൊടുത്തത്, ഈ മെക്കിൻസി ആൻഡ് കമ്പനി കൊടുത്തത്. അത് ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ അവരുടെ ഒരു ആവശ്യപ്രകാരം ആയതുകൊണ്ടാണ് ആ ഒരു കാര്യം ഏത് പേരിൽ അറിയപ്പെടുന്നത്, ഈ GE മെക്കിൻസി കമ്പനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ GE മെട്രിക്സ് എന്ന് പറയുന്നത് ഈ BCG മെട്രിക്സിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ GE അപ്രോച്ച് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 2 ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷനിലാണ്. അതായത് ഒന്ന് ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആൻഡ് ബിസിനസ് സ്ട്രെങ്ത്. ഈ ഒരു ബിസിനസ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്ന 2 ഡയമെൻഷനിലാണ് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിലാണ് ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് വരുന്നത്, ഹൊറിസോണ്ടൽ ആക്സിസ് ആയിട്ടാണ് ബിസിനസ് സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ 2 ഡയമെൻഷൻസും 3 സെല്ലുകളാണുള്ളത്. 2 ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി അട്രാക്റ്റീവും ബിസിനസ് സ്ട്രെങ്ത്തും. 3 സെല്ലുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്നത് അത് ലൊക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ഹൈലി അട്രാക്റ്റീവ് ഇൻഡസ്ട്രീസും ദ കമ്പനി ഹാസ് ഹൈ ബിസിനസ് സ്ട്രെങ്ത്. അപ്പർ ലെഫ്റ്റ് സെൽ, ദാറ്റ് ഇസ് സെൽ 1 ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടിയിട്ട് അത് ക്ലിയർ ആവുന്നതാണ് പറയുന്നത്. ഇങ്ങനെയാണ് ആ ഒരു ചിത്രം വരുന്നത്. 2 ഡയമെൻഷനിൽ ഇതുണ്ടോ, ഇവിടെയൊക്കെ ബിസിനസ് സ്ട്രെങ്ത്തും ഇവിടെ വരുന്ന ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും. ഇതാണ് 2 ഡയമെൻഷനും 3 സെല്ലുകളുമായിട്ടാണ് ഇതെന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ കമ്പനി ഫോക്കസ് ചെയ്യേണ്ട സെല്ലാണ് ഇത്, ഈ 1 എന്ന് പറയുന്നത്, സെൽ 1. സെൽ 1ൽ നോക്കൂ, നല്ല സ്ട്രെങ്ത്തും ഉണ്ട്, വളരെ അട്രാക്റ്റീവാണ്, ഹൈ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദ മോസ്റ്റ് ഡിസൈറബിൾ ബിസിനസ് യൂണിറ്റ് ആണ് ഈ ഒരു 1ൽ വരുന്നത്. ഇനി അടുത്തത് നോക്കൂ, അതിനൊരു പേര് ഇവിടെ കൊടുത്തിട്ട് ഗ്രീൻ സോൺ എന്നാണ് പറയുന്നത്, അല്ലേ? ഈ ഗ്രീൻ സോൺ എന്ന് പറയുന്ന അപ്പർ ലെഫ്റ്റ് ആർ ദോസ് ഇൻ ദ വിച്ച് കമ്പനി ഷുഡ് ഇൻവെസ്റ്റ് ആൻഡ് ഗ്രോ. ഇവിടെയാണ് കമ്പനി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്പനിക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഗ്രോത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ മീഡിയം റേഞ്ച്, ഇവിടെ ആവറേജ് ലെവലിൽ, ഇത് രണ്ടും ഇതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് യെല്ലോ സോൺ എന്ന് പറയുന്നത്. യെല്ലോ സോണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ 7, 5, 3 ഈ 3 സെല്ലുകൾ ഇതിൽ വന്നു. ഏറ്റവും ടോപ്പിൽ ഇത് മാത്രം, ഗ്രീൻ സോണിൽ 2 എണ്ണം, യെല്ലോ സോണിലേക്ക് പോകുമ്പോൾ 3 എണ്ണം വന്നു. ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് മീഡിയം ഇൻ അട്രാക്റ്റീവ്നെസ്. അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു മീഡിയം ലെവലിൽ തന്നെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ ഇത്തരത്തിലുള്ള കമ്പനികൾ ഒന്നുകൂടി നമ്മൾ ലെഫ്റ്റ് ടു അപ്പർ റൈറ്റ് ആണ് വരുന്നത്. അപ്പർ റൈറ്റിലേക്കാണ് പോകുന്നത്, ലെഫ്റ്റിൽ നിന്ന് 7, 5, 3 ഇങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള കമ്പനികളെ നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടുകളാണ്. അതേപോലെ തന്നെ റെഡ് സോൺ ഇവിടെ വരുന്നുണ്ട്. ഈ റെഡ് സോണിൽ ലോവർ റൈറ്റ് കോർണറിലാണ്. അപ്പോൾ ലോ ഓവറോൾ അട്രാക്റ്റീവ്നെസ് ആണ് പറയുന്നത്, വളരെ കുറവാണ് അട്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് സ്ട്രാറ്റജി ഷുഡ് ബി യൂസ്ഡ് ഇൻ ദ 2 സെൽസ്. അതായത് സെൽ 8ലും സെൽ 6ലും ഹാർവെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫോക്കസ് ചെയ്യേണ്ട ഒരു ജസ്റ്റ് ബിലോ 3 സെൽസ് ഡയഗണൽ, 3 സെൽസിൻ്റെ താഴെയുള്ള 8ഉം 6ഉം ആണ് ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബിസിനസ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഷുഡ് നോട്ട് ഗെറ്റ് സബ്സ്റ്റാൻഷ്യൽ ന്യൂ റിസോഴ്സസ്. ഇവർക്ക് പുതിയതായിട്ട് യാതൊരു റിസോഴ്സുകളും ഇവിടെ കിട്ടാനില്ല. അതുപോലെ തന്നെ ലോവർ റൈറ്റ് സെൽസ് ഇവിടേക്ക് 9ലേക്ക് വരുമ്പോഴോ ഇവിടെ എന്താ, ഒട്ടും തന്നെ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്, ഡൈവേർട്ടഡ് ടു
ഒരിക്കലും അട്രാക്റ്റീവ് അല്ല, ഒരു റിസോഴ്സ് ഇവിടെ കിട്ടുന്നില്ല. ദീസ് ആർ നോട്ട് അറ്റ് ഓൾ അട്രാക്റ്റീവ് ആൻഡ് പ്രോഫിറ്റബിൾ. ഒരു തരത്തിലും പ്രോഫിറ്റബിൾ അല്ല. ദേ ഷുഡ് ബി ഡൈവേർട്ടഡ് ഓർ എലിമിനേറ്റഡ് ഫ്രം ഓർഗനൈസേഷണൽ പോർട്ട്ഫോളിയോ. ഇതിനെ എന്ത് ചെയ്യാനാ പറയുന്നത്? ഇതിനെ നമുക്ക് ഒഴിവാക്കിയാൽ കൂടി കുഴപ്പമില്ല പോർട്ട്ഫോളിയോ എന്ന്. കാരണം അത്രയും ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു 9 എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഒന്നുമില്ല, വളരെ വീക്കാണ് ബിസിനസ് സ്ട്രെങ്ത്, അട്രാക്റ്റീവ്സ് വളരെ ലോ ആണ്. ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജി മെട്രിക്സ് എന്നുള്ളത് ക്ലിയർ ആയിട്ടാവും. സ്ട്രോങ്, ആവറേജ്, വീക്ക് ഇവിടെയും. ഇവിടെ എന്താണ്? ഹൈ, മീഡിയം, ലോ എന്നുള്ള ലെവലാണ്. ഫസ്റ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തതും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. യെല്ലോ സോൺ ഒന്നുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. റെഡ് സോണും ഏകദേശം ആ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു ബിസിനസ് യൂണിറ്റുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഹാർവെസ്റ്റ് ആണ് അവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഹാർവെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് പ്രത്യേകിച്ചൊരു സബ്സ്റ്റാൻഷ്യൽ റിസോഴ്സുകളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും അതിനേക്കാൾ മോശം വരുന്നതാണ് ഈ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ജി മെട്രിക്സ് അല്ലെങ്കിൽ ജി മെക്കൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇങ്ങനെ ഒരു സെല്ല് രൂപീകരിക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്? നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക. നമ്മുടെ കയ്യിലെ റിസോഴ്സുകൾ എപ്പോഴും ലിമിറ്റഡ് ആണ് അല്ലേ? അപ്പോൾ ഉള്ള റിസോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാക്സിമം റിട്ടേൺസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിനെയൊക്കെ ഒരു മുൻഗണനാ അടിസ്ഥാനത്തിൽ തരംതിരിക്കാനൊക്കെ പറ്റും. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് മാനേജേഴ്സ് ബിക്കം മോർ അവെയർ ഓഫ് ഹൗ ദിയർ പ്രൊഡക്ട്സ് ഓർ ബിസിനസ് യൂണിറ്റ് പെർഫോം. ഈ ഒരു ചിത്രം വഴി നമ്മുടെ ബിസിനസ്സുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ മാനേജേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാവും അവരുടെ പ്രൊഡക്റ്റും ബിസിനസ് യൂണിറ്റും ഒക്കെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത്. മൂന്നാമത്തേൽ ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജിക് സ്റ്റെപ്സ് ദ കമ്പനി നീഡ്സ് ടു മേക്ക് ദ ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് ഇറ്റ്സ് ബിസിനസ് പോർട്ട്ഫോളിയോ. കമ്പനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എവിടെയൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എവിടെയൊക്കെയാണ് പെർഫോമൻസ് കൂട്ടേണ്ടത്, ബിസിനസ് പോർട്ട്ഫോളിയോ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് കമ്പനിക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ബിസിനസ്സോ പ്രൊഡക്റ്റോ ഏത് സോണിലാണെന്ന് അറിഞ്ഞാൽ തന്നെ അവിടെ എന്ത് വേണമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എ മെത്തേഡ് ടു എസ്റ്റാബ്ലിഷ് വിച്ച് ആക്ടിവിറ്റീസ് ഇൻ എ ബിസിനസ് ഷുഡ് ഗെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്യലാണ് ഇതിൻ്റെ വേറൊരു ലക്ഷ്യം. ഇറ്റ് ഈസ് സിമ്പിൾ ടൂൾ ടു ഷോ ദ ഹോൾ ബിസിനസ് പോർട്ട്ഫോളിയോ ഇൻ വൺ ഇമേജ്. ഈ ഒരൊറ്റ ചിത്രത്തിൽ തന്നെ നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോയുടെ മൊത്തത്തിൽ അവിടെ കാണിച്ചു കൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ടൂൾ തന്നെയാണ് ഈ ജി മെക്കിൻസി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് BCG മെട്രിക്സിനെക്കാട്ടിലും എന്താണ് കൂടുതലായൊരു ഡീറ്റെയിലിംഗ് ഫോമിലാണ് ഇവിടെ നമുക്ക് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ പോരായ്മകൾ എന്താണ്? ഈ മെട്രിക്സിൻ്റെ പോരായ്മകൾ എന്നിവിടെ പറയുന്നുണ്ട്. ഏതിനും ഗുണമുള്ള പോലെ തന്നെ ദോഷവും ഉണ്ടല്ലോ. അപ്പോൾ ഒന്നാമത്തേൽ ഈ ഒരു മെട്രിക്സ് ഒരിക്കലും സിനർജീസ് ബിറ്റ്വീൻ വേരിയസ് പ്രോഡക്റ്റ്, പല പ്രോഡക്റ്റുകൾ കമ്പനി ഇറക്കുന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഒരു കണക്ഷൻ, ഈ ഒരു സിനർജി ഒരിക്കലും ഈ ഒരു മെട്രിക്സിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ആൻഡ് ഇതിങ്ങനെ തരം തിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത്രയ്ക്കും മാർക്കറ്റ് ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇങ്ങനെ ഇത് അത്രയും ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയവും എഫേർട്ടും പൈസയും ഒക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമാണ്. ആൻഡ് ബിസിനസ് കീപ് ഗ്രോയിങ്, നല്ല രീതിയിൽ പോകുന്നൊരു ബിസിനസ് ആണെങ്കിൽ ഇതെന്താണ്? വെരി കോംപ്ലെക്സ് ഓൺ ദിസ് മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൽ നമുക്ക് ചിലപ്പോൾ കോംപ്ലക്സിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആൻഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒപ്പീനിയൻസ് ആണ്. പേഴ്സൺ ടു പേഴ്സൺ ചിലപ്പോൾ അത് വാരി ചെയ്തു പോവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മെട്രിക്സ് സബ്ജക്റ്റീവാണ്. ഒരു എല്ലാവരും ചെയ്താലും ഒരേ ആൻസർ അല്ല ഇവിടെ കിട്ടുക. ആ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം സബ്ജക്റ്റീവ് ആയിരിക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു പൊസിഷൻ എ ന്യൂ ബിസിനസ് യൂണിറ്റ് ഓൺ ദിസ് 9 ബോക്സ് മാട്രിക്സ് ഈസ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രി. ഇനി ഒരിക്കലും പെട്ടെന്നൊന്നും ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചോളം ഡെവലപ്പിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ 9th മാട്രിക്സിൽ ഏതാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചോളന്നില്ല. ഇതൊക്കെയാണ് ഈ ഒരു GE മെട്രിക്സിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ BCG മെട്രിക്സിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട്. യൂണിലിവർ GE മെക്കിൻസി മെട്രിക്സിൽ പറയുന്നുണ്ട്. യൂണിലിവറിൻ്റെ ഡൗ, എ ബ്രാൻഡ് നോൺ ഫോർ ഇറ്റ്സ് സ്കിൻ നറിഷിംഗ് പ്രോപ്പർട്ടീസ് ആൻഡ് ഗ്ലോബൽ റീച്ച് മേ ബി പ്ലേസ്ഡ് ഇൻ ദ ഹൈ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആൻഡ് ഹൈ ബിസിനസ് സ്ട്രെങ്ത് ക്വാഡ്രൻറ്റ്. നമ്മുടെ ഈ ഒരു മെട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം
സെല്ല് 1-ലായിരുന്നു ഏത് യൂണിലിവറിന്റെ ഡവ് എന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻ കോൺട്രാസ്റ്റ് എ ബ്രാൻഡ് ലൈക്ക് റെക്സോണ മൈറ്റ് ഫോൾ ഇൻ ദ മീഡിയം ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്. അതേസമയം യൂണിലിവറിന്റെ റെക്സോണ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് മീഡിയം ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ഹൈ ബിസിനസ് സ്ട്രെങ്ത്തും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി സ്ട്രോങ് സെയിൽസ് ഭയങ്കരമാണ്, പക്ഷെ എന്നാലും അത് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് പറയുന്നത് നെസ്ലയുടെ പ്രൊഡക്റ്റുകളാണ്. നെസ്ലയുടെ ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ബ്രാൻഡാണ് കിറ്റ്കാറ്റും നെസ്കഫയാണ് ഇതിൽ കാറ്റഗറൈസ് ചെയ്യുന്ന. ഹൈ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സും ഹൈ ബിസിനസ് സ്ട്രെങ്ത് ആണ് ഇതിൽ വരുന്നത്. ഡ്യൂ ടു ദർ മാർക്കറ്റ് പെനിട്രേഷൻ ആൻഡ് കൺസ്യൂമർ പ്രിഫറൻസ്. കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും മാർക്കറ്റ് പെനിട്രേഷൻ ഏറ്റവും കൂടുതലുള്ളതായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾക്ക്. ന്യൂവർ ഓർ ലെസർ നോൺ ബ്രാൻഡ്സ് ലൈക്ക് നെസ്ലെ ഹെൽത്ത് സയൻസ് മൈറ്റ് ഫോൾ അണ്ടർ ദ മീഡിയം. ഹെൽത്ത് സയൻസുമായി ബന്ധപ്പെട്ട് നെസ്ലെ വന്നപ്പോഴേക്കും അതൊരു മീഡിയം അല്ലെങ്കിൽ ഒരു ലോ ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ് ആൻഡ് സ്ട്രെങ്ത് ക്വാഡ്രന്റിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് കൊണ്ട് ഓരോ കമ്പനിയും അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ബിസിനസ് യൂണിറ്റുകളും എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സുകൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. BCG മെട്രിക്സും GE മെട്രിക്സും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഷോർട്ട് പാരഗ്രാഫിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ഈ രണ്ട് മെട്രിക്സ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് BCG മെട്രിക്സിൽ നമുക്കറിയാലോ 2 ഡയമെൻഷൻ എന്തായിരുന്നു, ഒന്ന് മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തുമാണ്. GE മെട്രിക്സിലോ മാർക്കറ്റ് അട്രാക്റ്റീവ്നെസ്സും മാർക്കറ്റ് ബിസിനസ് സ്ട്രെങ്ത്തും ആണ്. ഇനി ഇവിടെ യൂസ് ചെയ്ത് എന്താണ് 2x2 മെട്രിക്സ് ആണ്. 2x2 പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു, സ്റ്റാർ, ക്യാഷ് കൗ, ഡോഗ്, ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെയോ മൾട്ടി ഫാക്ടർ മെട്രിക്സ് വിത്ത് 9 സെല്ലായിരുന്നു. ഓക്കെ, ആ 9 സെല്ലിലും ഓരോന്നും ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് പൊസിഷനാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ പോർട്ട്ഫോളിയോനെ ഇവാലുവേറ്റ് ചെയ്യാനാണ്. നിലവിലുള്ള ഒരു ബിസിനസ്സിൻ്റെ ഒരു കമ്പനി ബിസിനസ്സിൻ്റെ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരുന്നു. അതേസമയം ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ന്യൂ ബിസിനസ് ഓർ പ്രൊഡക്റ്റ് ലൈൻ, പുതിയതായിട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് പുതിയതായിട്ടുള്ള ഒരു ബിസിനസ് ലൈനിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനാണ് GE മെട്രിക്സ് കുറച്ചുകൂടി ബെനിഫിറ്റ് ആവുന്നത്. ഇനി നാലാമത്തെ ഡിഫറൻസിൽ പറഞ്ഞിരിക്കുന്നത് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ മെച്യൂർ ഇൻഡസ്ട്രീസ്. ഈ BCG മെട്രിക്സ് എപ്പോഴും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കുന്നത് ഓൾറെഡി ഗ്രോ ചെയ്ത് ഒരു സ്റ്റേബിളായി പോകുന്ന ഇൻഡസ്ട്രി, മെച്യൂർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസിനാണ് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത്. അതേസമയം മെച്യൂർ ആയതും എമേർജിങ് വളർന്നു വരുന്ന ഇൻഡസ്ട്രീസിനും കുറച്ചും കൂടി നല്ലത് GE മെട്രിക്സ് ആണ്. ഇനി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബോസ്റ്റൺ കൺസൾട്ടിങ്, അതാണ് BCG, ബോസ്റ്റൺ കൺസൾട്ടിങ് ഗ്രൂപ്പ് എന്ന് പറയാൻ കാരണം. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതോ മെക്കൻസി ആൻഡ് കമ്പനി ഫോർ ജനറൽ ഇലക്ട്രിക്. ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു MNCക്ക് വേണ്ടിയിട്ട് ഇവരാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ മെക്കൻസി ആൻഡ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇനി ഇതൊരു സിമ്പിൾ ടൂളാണ്. ഇത് കുറച്ചും കൂടി BCG മെട്രിക് കുറച്ചും കൂടി സിമ്പിൾ ടൂളാണ്, പക്ഷെ കുറച്ചുകൂടി കോംപ്ലക്സ് ടൂളാണ് GE മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ് നിങ്ങളുടെ ഈ ഒരു പുതിയ സിലബസ് പ്രകാരം അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു പഴയ മാർക്കറ്റിംഗ് ടെക്സ്റ്റിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വേഗം പറഞ്ഞു പോകാം. എന്തൊക്കെയാണ് ഒരു പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന്. ഇവിടെ എന്താണ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിങ്ങും ആ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രൊഡക്റ്റ് കൺസെപ്റ്റ്, സെല്ലിംഗ് കൺസെപ്റ്റ്, മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ കൺസെപ്റ്റുകൾ. പിന്നെ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്താണ്, പിന്നെ ഇവിടെ മാർക്കറ്റിംഗ് കൺസെപ്റ്റും എൻ്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്താണ്, മൈക്രോ മാക്രോ എൻവയോൺമെൻറ്റ്, BCG മെട്രിക്സ്, GE മെക്കൻസി മെട്രിക്സ്. ഓക്കെ, ഇനി ഒരു ഷോർട്ട് എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വരുന്നതാണ് ഫിസിക്കൽ സപ്ലൈയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്, വേരിയസ് കൺസെപ്റ്റുകൾ മാർക്കറ്റിങ്ങിൻ്റെ, അതുപോലെ ഫീച്ചേഴ്സ് എന്താണ്, ഡിഫറൻസ് എന്താണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റും സെല്ലിംഗ് കൺസെപ്റ്റും. BCG മെട്രിക്സിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചിട്ടുണ്ട്. മെക്കൻസി മെട്രിക്സിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു ഡിഫറൻസുകളാണ് ചോദിച്ചത് BCG മെട്രിക്സും GE മെട്രിക്സും തമ്മിൽ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഏതൊക്കെയാവാം, 3 ക്വസ്റ്റ്യൻ ചാൻസ് ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, നേച്ചറും സ്കോപ്പും പഠിക്കുക.
രണ്ടാമത്തെ വീണ്ടും മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്യുക. ഇമ്പോർട്ടൻസ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ എന്താണെന്ന് നോക്കുക. 22ാമത്തെ അതായത് നമ്മുടെ 3ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഡിസ്കസ് ദ വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈച്ച് കൺസെപ്റ്റ്. ഓരോ കൺസെപ്റ്റിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഏതൊക്കെ തരം കൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ ബെനിഫിറ്റും ഡിമെറിറ്റ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പോൾ ഇതേപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇന്ന് എടുത്ത ഈ ഒരു മെക്കൻസി മെട്രിക്സ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 മെട്രിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെറിയൊരു ഷോർട്ട് ആൻസർ ചോദിക്കാം, പാരഗ്രാഫ് ചോദിക്കാം, ഈവൻ അതൊരു എസ്സേ പോലെയും കൂടിയിട്ട് നമുക്ക് ചോദിക്കാം. എസ്സേ പോലെ ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ മെട്രിക്സ് എന്താണെന്നും അതിൻ്റെ ആ 2 ഡയമെൻഷനും അതിൻ്റെ എക്സ്പ്ലനേഷനും ആ ഒരു ചിത്രവും മെറിറ്റും ഡിമെറിറ്റും അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിളും ഡിഫറൻസിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ BCG മെട്രിക്സും അതേപോലത്തെ GE മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും വളരെ ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്